സ്വാഗതം. ഇപ്പോൾ തത്സമയത്തിൽ ഞങ്ങളോടൊപ്പം പങ്കാളിയാവുന്നത് ഈ ക്ഷേത്രത്തിലെ ദേവസ്വം സെക്രട്ടറി ശ്രീ പി കെ സുഗുണനാണ് നമ്മളോടൊപ്പം ചേർന്നു. അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി തന്നെ ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സുഗുണേട്ടാ. നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വലിയൊരു ഭഗവതി ക്ഷേത്രത്തിലെ, കാരണം ഭദ്രകാളി ക്ഷേത്രം കേരളത്തിൽ ഒട്ടനവധി ഉണ്ടെങ്കിൽ പോലും വ്യത്യസ്തത കൊണ്ടും ആചാരമഹിമ കൊണ്ടുമൊക്കെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉത്സവവും അതുപോലെ എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഉത്സവമായി മാറുകയാണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണയും അതിൻ്റേതായ പ്രൗഢം ഒട്ടും കുറയ്ക്കാതെ തന്നെ നമ്മൾ എല്ലാവിധത്തിലുള്ള ആചരണങ്ങളും നടന്നു. ഇപ്പോൾ 4-ാമത്തെ ദിവസം 10-ാം ഉദയത്തിൻ്റെ ഈ ഒരു കൊമ്പകുടം ആഘോഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ എന്താ പറയുക, അത് ഈ ഒരു നിർമ്മാണ, അതായത് ഇതിൻ്റെ ഒരു നടത്തിപ്പ് രീതിയും മറ്റുമൊക്കെ ഒരു സെക്രട്ടറി എന്ന നിലയിൽ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ പൂജാവിധികളാണ്. അതെ, മറ്റു ക്ഷേത്രമായിട്ട് നമ്മളെ വേർതിരിക്കുന്നതാണ്. ഏറ്റവും താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ പൂജകളും ഈ ക്ഷേത്രത്തിൽ നടക്കും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം. കാരണം അതുകൊണ്ടാണ് ആ ജനങ്ങളെ ഇങ്ങോട്ട് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കറിയാം, ഒരു 10-20 വർഷത്തിന് മുമ്പ് ഇപ്പോഴത്തെ ആ മാറ്റമൊക്കെ നോക്കുമ്പോൾ നമുക്ക് വ്യത്യാസം ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. വ്യത്യാസം കാരണം ജനത്തിൻ്റെ ബാധ്യതയാണ്. അതെ, കാരണം അനുഭവസ്ഥരാണല്ലോ, അതുകൊണ്ടാണ് ഇത്രയും ഒരു പ്രാവശ്യം വരുന്നവർ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും വരുന്നവർ. അത് നമ്മുടെ ക്ഷേത്രത്തിനെ പറ്റിയുള്ള അറിവാണ് തീർച്ചയായും ആൾക്കാരെ കൂടുതൽ എത്തിക്കുന്നത്. ഇവിടെ വന്ന് അനുഭവിച്ചു പോയവർ പറയുന്നതാണ്. അവർ പറഞ്ഞു. അതെ, അങ്ങനെ ആൾക്കാർ വന്ന് തീർച്ചയായിട്ടും ഇതിന് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ മാറ്റം തന്നെയാണ് നമുക്ക്. ഇപ്പോൾ ഈ 4 ദിവസങ്ങളായിട്ടുള്ള നടന്നു വന്ന ഉത്സവം ഇനിയും 4 ദിവസവും കൂടെ ബാക്കിയുണ്ട് നമുക്ക്. അതിൻ്റെ ആ ഒരു ആചരണങ്ങളും കൂടി എങ്ങനെയൊക്കെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? അതിപ്പോൾ ഇനി നമുക്ക് പ്രധാനമായിട്ട് ഇപ്പം നമ്മുടെ ഉത്സവം ഇതായിരുന്നു, കുമ്പോടായിരുന്നു. അതിപ്പം ഭംഗിയായിട്ട് നടന്നു. ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഇവിടുത്തെ ഒരു പൂരം തന്നെ പറയാം. അതെ, ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഇതായിരുന്നു. ഇനിയുള്ളതെല്ലാം അനുഷ്ഠാനങ്ങളാണ്. അതെ, ഇനിയിപ്പം നമുക്ക് ആറാട്ട് ആണ്, പള്ളിവേട്ട, ആറാട്ട്. അതാണ് നമുക്കിനി അടുത്ത് വരുന്നത്. അതിപ്പം നമുക്കറിയാം, ആറാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് 5-8 കിലോമീറ്ററാണ് ഈ ആറാട്ട് എഴുന്നള്ളി വരുന്നത്. ആറാട്ട് കടവിലേക്ക് അത്രയും കടവിലേക്ക് പോയി അവിടുന്ന് തിരിച്ചെഴുന്നള്ളത് 8 കിലോമീറ്ററെങ്കിലും സഞ്ചരിക്കണം. അപ്പോൾ അതിന് ആൾക്കാർ നമ്മൾ അതിൽ എളുപ്പം വഴി ഉണ്ടെങ്കിൽ തന്നെയും ജനങ്ങൾ സമ്മതിക്കുന്നില്ല. കാരണം അത്രയും കരകളിൽ കൂടി തന്നെ വരണമെന്ന് നിർബന്ധം പിടിക്കുകയാണ്. ഞങ്ങൾക്കും അതൊരു ദേശത്തിൻ്റെ ദേശീയോത്സവമാണ്. അതെ, ഞങ്ങൾക്ക് അതിൽ എളുപ്പം വരാനുള്ള മാർഗം, സഞ്ചാരയോഗ്യമായ വഴിയുണ്ട്. എങ്കിൽ തന്നെ ജനങ്ങൾ സമ്മതിക്കുന്നില്ല. എത്രയും ഇറങ്ങി ആ കരകളിൽ കൂടെ തന്നെ വരണമെന്ന് പറഞ്ഞ് ഒരു നിർബന്ധം പിടിക്കുകയും അത് വലിയ ഗംഭീരമാക്കുകയാണ്. കാരണം സ്വീകരണവും ആറാട്ടിൽ നിന്നുള്ള സ്വീകരണമൊക്കെ പറഞ്ഞ് പറവക്കലും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ സ്ഥാപനങ്ങളും വീട്ടുകാരും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇതിനകത്ത് സഹകരിക്കുന്നു എന്നുള്ള ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പം വൈകിട്ട് 7 മണിക്ക് തുടങ്ങുന്ന പറയെടുത്ത് വരുന്നത് പിറ്റേ ദിവസം വെളുപ്പിന് 5 മണി, 5:30, 6 മണിയൊക്കെ നമ്മളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. അതുവരെയും ജനങ്ങൾ ഇത് കാത്ത് നോക്കിയിരിക്കുകയാണ്, വരുന്നത് കാത്ത്. അത്രയ്ക്കും വിശ്വാസമാണ് ദേവിയെ. അതെ, തീർച്ചയായിട്ടും ആ വിശ്വാസം എല്ലാവരിലേക്കും എത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പരിച്ഛേദമാണ് നമ്മളിപ്പോൾ നീ കാണുന്നത്. അതെ, അപ്പം ഞങ്ങളിപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ദേവസ്വം കമ്മിറ്റി ഉണ്ട്. അതിനകത്ത് എത്ര അംഗങ്ങളുള്ള 5 അംഗ കമ്മിറ്റിയാണ്. എല്ലാവരും നല്ല രീതിയിൽ അതിനകത്ത് സഹകരിക്കും. അതെങ്ങനെ ഓരോ വർഷവും തിരഞ്ഞെടുക്കുന്നതാണോ അതോ എത്ര വർഷം കാലാവധിയാണ്? തെരഞ്ഞെടുപ്പാണ്, സമ്പ്രദായത്തിലാണ്. 2 വർഷമാണ് ഒരു കമ്മിറ്റിയുടെ കാലാവധി. അതിനുശേഷം തിരഞ്ഞെടുപ്പ് വരും. പക്ഷേ ഇത്തവണ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2012 ഭരണസമിതി വന്നതാണ്, തെരഞ്ഞെടുപ്പിൽ വന്നതാണ്. പക്ഷേ ഇവിടെ ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനം, ക്ഷേത്രം നിർമ്മാണം അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പം അന്ന് പുതിയവും കൂടി തീരുമാനിച്ചു ഈ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് മാത്രമേ അടുത്ത കമ്മിറ്റിയിലേക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ പറഞ്ഞു. അപ്പോൾ അതും പ്രകാരം ഞങ്ങളിരുന്നു. ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ അതും ഒരു വിശ്വാസം അർപ്പിക്കലാണല്ലോ. അതെ,
ആ ജനങ്ങൾ ഞങ്ങൾക്കുള്ള വിശ്വാസമാണ്. തീർച്ചയായിട്ടും. അത് തീർച്ചയായിട്ടും ഞങ്ങളത് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതെ 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 അന്ന് 2012 ശേഷം നടന്ന കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. തീർച്ചയായിട്ടും. അല്ല, അത് പ്രസിഡന്റ് രാവിലെ വിവരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും വളരെയധികം ശക്തമായ ഒരു കമ്മിറ്റിയും ഭരണ സംവിധാനങ്ങളും ചിട്ടയോടുകൂടിയ പ്രവർത്തനങ്ങളും കൂട്ടായ്മയോടെ ചർച്ച ചെയ്തുകൊണ്ട് ഓരോ വിഷയങ്ങളിലും ഉൾക്കാഴ്ചയോടുകൂടി പൂർവ്വ കാലഘട്ടങ്ങളിൽ പാരമ്പര്യമായും സമ്പ്രദായപരമായും നടന്നു വന്നിരുന്ന ആചാരങ്ങളെ കടുകുട തെറ്റിക്കാതെ വിധിമുറകളെ പാലിച്ചുകൊണ്ട് നടത്തേണ്ടുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ഒരു ചിട്ടയായ കെട്ടുറപ്പുള്ളൊരു സമിതിയുണ്ട് എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ വികസനത്തിൻ്റെയും അതുപോലെ തന്നെ വർദ്ധിതമായ ഈ ഒരു ഐശ്വര്യസമ്പുഷ്ടമായ ഒരു പരിസ്ഥിതിയുടെയും പശ്ചാത്തലത്തിൻ്റെയും പിന്നിലുള്ളത്. ഏതൊരു ക്ഷേത്രത്തിനും മാതൃകയാണ് ഈ കുട്ടിക്കാട്ടിൽ അമ്മയുടെ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്കറിയാം വളരെയധികം വിശാലമായ വിസ്തൃതമായ ഒരു സ്ഥലത്ത് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറോട്ട് ദർശനമായി നിലകൊണ്ടിരുന്ന ഒരു ദേവീക്ഷേത്രം. അത് അപൂർവമാണ്. കാരണം രൗദ്രഭാവത്തിൽ ദേവി ഭദ്രമായ കാലത്തിൻ്റെ സംരക്ഷകയായി കാലാതീതയായി വർത്തിച്ചിടുന്ന കാളി സ്വരൂപമായിട്ടാണ് ഇവിടെ വാഴുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ ദുർഗയായും അതുപോലെ തന്നെ മഹേശ്വരിയായും സരസ്വതിയായും ലക്ഷ്മിയായും ഒക്കെ ഓരോ ഹൃദയങ്ങളിലും വസിക്കുന്നു എന്നുള്ളതും വളരെ പരമപ്രധാനമായ ഒരു സംഗതി തന്നെയാണ്. ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ചിട്ടയോടുകൂടി വളരെയധികം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ അംഗങ്ങളുടെയും ഒക്കെ കൂട്ടായ വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണ പരിപാലന രീതി നടന്നു പോകുന്നത്. ഇത് ഓരോ ക്ഷേത്രങ്ങൾക്കും മാതൃകാപരമായ ഒരു സമീപനം തന്നെയാണ് എന്നുകൂടി ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിന് ഈ ഒരു അഭിമുഖത്തിൽ പങ്കെടുത്ത അങ്ങേക്കും അതുപോലെ തന്നെ എല്ലാ മെമ്പർമാർക്കും ഞങ്ങൾ ക്ഷേത്ര മീഡിയ ഒരു ആശംസ നേരുന്നു. എല്ലാവർക്കും നല്ലൊരു ഉത്സവാശംസകൾ നേരുന്നു. ഇനി വരാനിരിക്കുന്ന പള്ളിവേട്ട, പള്ളിനായാട്ട് പോലുള്ള പള്ളിവേട്ട, അതായത് ഭഗവതി എല്ലാ ഹൃദയങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന, നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സമ്പ്രദായമാണ് പള്ളിവേട്ട. ആ പള്ളിവേട്ട കഴിഞ്ഞാൽ ദുഷ്ടജന്തുക്കളെയും ദുഷ്ടമൃഗങ്ങളെയും എല്ലാം നിഗ്രഹിച്ച് അമ്മ ഉള്ളിലേക്ക് വന്ന് പള്ളിക്കുറുപ്പ് നടത്തി പിറ്റേ ദിവസം കാലത്ത് പള്ളി ഉണർന്ന് എല്ലാവിധത്തിലുള്ള ദർശനങ്ങളും നടത്തി അമ്മ ആറാട്ടിനായി പുറത്തേക്ക് പോകുമ്പോൾ സർവ്വപാപകരമായ ആറാട്ടും കൂടി കഴിയുന്നതോടെ ഏറ്റവും ചൈതന്യവത്തായ വർദ്ധിതമായ ചൈതന്യമായി അമ്മ ഈ ശ്രീലകത്ത് വാഴും, ഈ നാടിനെ സംരക്ഷിക്കും. അവിടെ എത്തുന്ന ഓരോ ആശ്രിതർക്കും അമ്മ കരതലമൊരുക്കി സംരക്ഷണ കവചം തീർത്ത് അമ്മയായി മാതൃസ്നേഹത്തിൻ്റെ വാത്സല്യനിധിയായി ഇവിടെ വാഴും. വിനോദ് ചന്ദ്രനോടൊപ്പം മാണിക്കൻ മഞ്ഞാടി, ക്ഷേത്ര മീഡിയ, മൂലവട്ടം.